ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10 മണി ചെടികൾ നമുക്ക് എങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു പോട്ടിൽ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഒരു ഒഴിഞ്ഞ മിനറൽ ബോട്ടിലാണ്. വലിയ ബോട്ടിലായാലും കുഴപ്പമില്ല. ആ ബോട്ടിലിൻ്റെ മുകൾ വശം ഇതേപോലെ നമ്മൾ തലകീഴായി കെട്ടി തൂക്കിയിട്ട മിനറൽ ബോട്ടിലാണ്. അതിൻ്റെ അടിവശമാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. മുകൾ വശം ഈ ഒരു രീതിയിൽ അടപ്പ് തന്നെയാണ്. ബാക്കി ഭാഗം നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുത്തു. അതിലാണ് 10 മണി ചെടികൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത്രയും നമ്മുടെ ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്തെടുക്കാനുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തൊരു ബോട്ടിലാണ്. ഇതിൽ നമ്മൾ 10 മണി ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു. അത് ഒഴിവാക്കിയതാണ്. ഒഴിവാക്കിയിട്ട് വീണ്ടും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് ഇതേപോലെ നട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതേപോലെ നമ്മളൊരു പോട്ട് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.5 വർഷത്തോളം നമുക്ക് ആ ഒരു പോട്ടിൽ പൂക്കൾ നല്ല ഹെൽത്തി ആയിട്ട് വിരിയിച്ചെടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ പോട്ട് വീണ്ടും റീപോർട്ട് ചെയ്ത് പുതിയ ചെടികൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് മണ്ണും അതേപോലെ കുറച്ച് ചാണകപ്പൊടിയാണ്. ഈ പോട്ടി മിക്സാണ് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ളിൽ ചെടിയുടെ കട്ടിങ് വെച്ച് കൊടുക്കുക, എന്നിട്ട് മണ്ണ് നിറയ്ക്കുക. അല്ലെങ്കിൽ മണ്ണ് നിറച്ചതിന് ശേഷം ഇതിലേക്ക് കട്ടിങ് വെച്ച് കൊടുക്കുക. രണ്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ അതിലേക്ക് ആദ്യം മണ്ണ് നിറച്ച് കൊടുക്കുകയാണ്. പോട്ടിൽ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെടിയുടെ കട്ടിങ്ങുകളാണ് എടുത്ത് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇതേപോലെ ഹോളുകളിലൊക്കെ ഓരോ കട്ടിങ്ങളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ട് ഡെയിലി ഒന്ന് നനച്ച് കൊടുക്കുക. ഇത്രയും നമുക്ക് പോട്ട് സെറ്റാക്കാൻ വേണ്ടി ചെയ്യാനുള്ളൂ. പോട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പോട്ട് വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ ഒഴിവാക്കിയ ബോട്ടുകളിലൊക്കെ 10 മണി ചെടികൾ നിറയെ പൂക്കൾ വിരിയിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.